ഹായ്, സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കുള്ള ഒരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾ സൗണ്ട് ക്ലാരിറ്റി വളരെ നല്ല രീതിയിലുണ്ടായാലേ നമ്മുടെ വീഡിയോ ആളുകൾക്ക് കണ്ടിരിക്കാനൊക്കെ ഒരു രസം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല മൈക്കുകൾ യൂസ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ വയർഡായിട്ടുള്ള പല മൈക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വയർഡായിട്ടുള്ള മൈക്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്കാണ് ബോയയുടെ മൈക്ക് എന്നുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ തുടക്കം തൊട്ട് യൂസ് ചെയ്യുന്നൊരു മൈക്കാണ് ബോയയുടെ മൈക്ക്. അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു മൈക്കാണ്. പിന്നീട് നമ്മുടെ ചാനലൊക്കെ വളർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്ഗ്രേഡ് വരും, ക്യാമറയിൽ അപ്ഗ്രേഡ് വരും, അതുപോലെ മൈക്കിൽ അപ്ഗ്രേഡ് വരും. അതല്ലാതെ ഔട്ട്ഡോറൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യുന്ന അത്തരം വ്ളോഗേഴ്സിനൊക്കെ സ്വാഭാവികമായിട്ടും ഇത്തരം വയർഡായിട്ടുള്ള മൈക്രോഫോൺ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അധികമായിട്ടും വയർലെസ് മൈക്ക് വാങ്ങിയിട്ടാണ് ഇത്തരം വീഡിയോ ചെയ്യാറ്. കാരണം അത് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ഇൻ്റർവ്യൂ ടൈപ്പ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ 2 ട്രാൻസ്മീറ്ററുള്ള ഒരു മൈക്കാകുമ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ മൈക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡിൻ്റെ മൈക്കാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. കാരണം നല്ല സൗണ്ട് ക്ലാരിറ്റിയും പെർഫെക്റ്റ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് റോഡിൻ്റെ വയർലെസ് മൈക്ക് എന്നുള്ളത്. അപ്പോൾ റോഡിൻ്റെ വയർലെസ് മൈക്ക് ഏകദേശം 2 ട്രാൻസ്മീറ്ററുള്ളൊരു മൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ 30,000 റുപ്പീസ് വരും. അപ്പോൾ അത്രക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ അതിൻ്റെ താഴെ ഒരു 15,000 റേഞ്ചിൽ വരുന്നൊരു മറ്റൊരു കമ്പനിയുണ്ട്. അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ വയർലെസ് മൈക്കിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ഇൻഡോറായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വയർഡായിട്ടുള്ള മൈക്ക് യൂസ് ചെയ്താൽ മതി. പക്ഷേ അതിൽ വില കുറഞ്ഞൊരു മൈക്ക് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ചൈനീസ് വെബ്സൈറ്റായ AliExpress നിന്ന് ഒരു $50 ഒക്കെ റേഞ്ചിലുള്ള ഒരു മൈക്ക് കണ്ടു. അതിൻ്റെ താഴെയുള്ള റിവ്യൂ വായിച്ചപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു മൈക്കാണ് തോന്നി. അപ്പോൾ ആ ഒരു മൈക്ക് ഞാൻ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതാണ് ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ക്വിക്കായിട്ട് അൺബോക്സ് ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് സാധനം, മൈക്ക്. നമ്മുടെ റോഡിൻ്റെ ഒക്കെ ആ ഒരു സൈസിൽ തന്നെയാണ് ഇത് വരുന്നത്. നമുക്കിതുപോലെ ഞാൻ 2 ട്രാൻസ്മീറ്ററിലൊരു മൈക്കാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ അതിൻ്റെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് കൂടെ. അതുപോലെ തന്നെ 3 ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. നമുക്ക് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ, DSLRൽ യൂസ് ചെയ്യാനൊക്കെയുള്ള കേബിളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റോഡിൻ്റെ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അത്യാവശ്യം നല്ല നമ്മുടെ ബോയൊക്കെ ലഭിക്കുന്ന ആ ഒരു ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. വേണ്ടവർക്ക് ചൂസ് ചെയ്യാം. ഇതൊരു പ്രൊമോട്ടഡ് വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ട് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് പോയി പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഏകദേശം ഒരു $50 പ്ലസ് ഒരു ഡെലിവറി ചാർജൊക്കെ വരും. ഒരു $60 എന്തായാലും വരും. പക്ഷേ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ഡെലിവറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചൈനീസ് വെബ്സൈറ്റ് ഒന്നും ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഡെലിവറി ഇല്ല. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വല്ല മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഞാനതിൻ്റെ മറ്റൊരു മൈക്ക് 2 ട്രാൻസ്മിറ്റർ ഉണ്ട്, അതിൻ്റെ മറ്റൊരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യാം. ഇതല്ലാതെ ഒരുപാട് കമ്പനി ഉണ്ട് കേട്ടോ. നിങ്ങൾ AliExpress, ബാങ്കുട്ടൊക്കെ സെർച്ച് ചെയ്താൽ ഇതുപോലത്തെ ഒരുപാട് കമ്പനികൾ ചീപ്പായിട്ട് ലഭിക്കും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. നമ്മൾ നേരിട്ട് AliExpress, ബാങ്കുട്ടെന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല ചീപ്പായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു തുടക്കക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യാവുന്ന ഒരു മൈക്കാണ്. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.